ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെടുത്ത സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള ശുപാർശയ്ക്കെതിരെ ഹൈക്കോടതി ബാർ അസോസിയേഷൻ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നതാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അങ്ങനെയാണ് ബൽറാം, വലിയ പ്രതിഷേധം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷാ നടപടിയായി തന്നെ കരുതാൻ കഴിയില്ല. അതിനിടയിൽ ഇദ്ദേഹം ഇതിനു മുൻപ് പരിഗണിച്ച കേസുകളിലൂടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടോ? അങ്ങനെയാണോ ഈ പണം ഉണ്ടാക്കിയത്? ഇതിലെല്ലാം വലിയ സംശയവും അതൊക്കെ ഉന്നയിച്ച് അവർ പ്രതിഷേധിച്ചതാണ്. പക്ഷെ അതൊന്നും നടപ്പായില്ല അല്ലേ? സ്മിത, തീർച്ചയായും ഈ അലഹബാദ് ഹൈക്കോടതിയിലേക്കുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ സ്ഥലം മാറ്റം ഒരു ശിക്ഷാ നടപടിയായി കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാതൃ കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി എന്നുള്ളത്. അവിടെ നിന്നാണ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച് എത്തിയത്. ഈ പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അസ്വാഭാവികമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റത്തിനുള്ള ശുപാർശ ഈ കൊളീജിയം മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ വലിയ വാർത്തയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ സർക്കാർ കാലതാമസം തീരുമാനമെടുക്കാനെന്നും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ തീരുമാനം വരാൻ കാക്കും എന്നും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. ഈ കൊളീജിയത്തിൻ്റെ ശുപാർശ പലപ്പോഴും വൈകിക്കാറുണ്ട്. കേന്ദ്ര സർക്കാർ പല കാര്യങ്ങൾ ആലോചിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമായുള്ള കാലതാമസം എടുക്കാറുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ നിലനിന്നിട്ട് പോലും ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു. ആദ്യത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഡൽഹി ഹൈക്കോടതിയിലെ മറ്റൊരു ജഡ്ജിയായ ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിനെയും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറത്തിറങ്ങിയിട്ടുണ്ട്. യശ്വന്ത് വർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായ അന്വേഷണം പുരോഗമിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ മൊഴി നൽകാൻ ഹാജരാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനിടെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റം ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നത്. സ്മിത, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്.